കഴിഞ്ഞ ദിവസം ഒരു കൊച്ചച്ഛൻ്റെ സ്റ്റാറ്റസ് ഞാൻ കാണാനിടയായി. എൻ്റെ മനസ്സിൽ വളരെയേറെ സന്തോഷം തോന്നിയ ഒരു സ്റ്റാറ്റസാണത്. അത് വേറൊന്നുമല്ല, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച മാനന്തവാടി രൂപതയിലെ ഒരു കൊച്ചച്ഛൻ്റെ സ്റ്റാറ്റസാണ്. അദ്ദേഹം ഈസ്റ്ററിന് വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോ എടുത്ത്, ഒരു വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഇട്ടു. അതിൻ്റെ ഒരു ക്യാപ്ഷൻ ഇപ്രകാരമാണ്: എൻ്റെ സ്വർഗരാജ്യം, എൻ്റെ സ്വർഗരാജ്യം എന്ന് എഴുതിയ ഒരു ക്യാപ്ഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ഇടാനിടയായി. 3 മക്കളും, അതിൽ 2 പേര്, ഒരാൾ അച്ഛനാകാൻ പഠിക്കുന്ന, ഒരാൾ അച്ഛനായി, അപ്പനും അമ്മയും വല്യമ്മയും ഉള്ള ഒരു വീട്. എൻ്റെ സ്വർഗരാജ്യം എന്നാണ് അതിന് ക്യാപ്ഷൻ കൊടുത്തത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വളരെയേറെ സന്തോഷം എനിക്ക് തോന്നി. കാരണം ഈ ലോകത്തിൽ ഓരോ കുടുംബവും ഒരു സ്വർഗരാജ്യമായിരുന്നെങ്കിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സ്വർഗരാജ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയേറെ സന്തോഷവാനായിരുന്നേനെ. നമ്മുടെയൊക്കെ കുടുംബം ഒരു സ്വർഗരാജ്യമായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എത്രയേറെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുമായിരുന്നുവെന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി. സ്നേഹം നിറഞ്ഞവരെ, കുടുംബം ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ്. കുടുംബം ഭൂമിയിലെ ഒരു സ്വർഗം തന്നെയാണ്. കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്കൊക്കെയാകട്ടെ. കുടുംബം ഒരു സ്വർഗരാജ്യമാക്കാൻ നമുക്കൊക്കെ പരിശ്രമിക്കാമെന്നുള്ളതാണ്. നമ്മുടെ ലോകം അത് കുടുംബമാകട്ടെ. ഇന്ന് പലപ്പോഴും എൻ്റെ സ്വർഗരാജ്യം എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരൊക്കെ ഇടുന്നത് തങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ നിൽക്കുന്ന ഫോട്ടോയും ട്രിപ്പിനൊക്കെ പോയി ഇരിക്കുന്ന ഫോട്ടോയൊക്കെ ഇട്ട് എൻ്റെ സ്വർഗരാജ്യം എന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി പോകുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം, എൻ്റെ കുടുംബത്തിൽ ഞാൻ സ്വർഗരാജ്യം കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ കുടുംബത്തിൽ ഒരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ ഞാൻ സ്വർഗരാജ്യം പണിയാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, 6 ദിവസം കൊണ്ട് ദൈവം തൻ്റെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. ഓരോ ദിവസത്തിനൊടുവിലും ദൈവം പറയുന്നത് ഇത് നല്ലതാണ് എന്നതാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും സൃഷ്ടികർമ്മത്തിന് ശേഷം ഈശോ പറയുകയാണ്, ഞാൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ഇങ്ങനെ പറയുകയാണ്, അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. എന്നിട്ട് അവനൊരു തുണയെ, ആദത്തിന് തുണയായിട്ട് ഹൗവായെ നൽകുകയാണ്. കുടുംബജീവിതത്തിൻ്റെ തത്വം നാം ആദ്യം കാണുന്നത് ഈ ഒരു വാക്യത്തിലാണ്. ദൈവം ആദത്തിന് തുണയായി ഹൗവായെ നൽകി ഒരു കുടുംബം അവിടെ സ്ഥാപിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, വ്യക്തികളെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണാൻ പഠിക്കുമ്പോഴാണ് ഒരു കുടുംബം കുടുംബമായി മാറുന്നത്. ഓരോ മനുഷ്യനെയും, ഓരോ വ്യക്തിയെയും ദൈവത്തിൻ്റെ പക്ഷത്ത് കാണണം. ആദം തൻ്റെ ഹൗവായെ ദൈവത്തിൻ്റെ പക്ഷത്ത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അവിടെ ഒരു കുടുംബം രൂപീകരിക്കുകയാണ്. ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണെന്ന് ആദത്തിന് പറയാൻ സാധിച്ചത് ഈ ആദം ഹൗവായെ ദൈവത്തിൻ്റെ പക്ഷത്ത് കണ്ടതുകൊണ്ടാണ്. സ്നേഹം നിറഞ്ഞവരെ, കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന, വലിയ ദൈവവിളിയായ കുടുംബജീവിതം നയിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാര്യയെയും നമ്മുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ ദൈവത്തിൻ്റെ പക്ഷത്ത് കണ്ടാൽ അവിടെ സ്വർഗരാജ്യമുണ്ടാകും, അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഈ കുടുംബത്തിൻ്റെ ആദ്യ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുകയാണ്. ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള ഗബ്രിയേൽ മാർസൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഹൃദയങ്ങളുടെ ഐക്യം ഒരു കുടുംബങ്ങൾ ഉണ്ടാകുന്നു. ഹൃദയങ്ങളുടെ ഐക്യമാണ് ഒരു കുടുംബം രൂപീകരിക്കാൻ സാധിക്കുന്നത്. ഒരു വീട് പണിയാൻ അത് കൈകളാൽ നമുക്ക് നിർമ്മിക്കാം. ഒരു വീട്
സിമെൻറ്റും മണലുമൊക്കെ ചേർത്ത് ഒന്നിച്ച് നമുക്കൊരു വീടുണ്ടാക്കാം. പക്ഷേ അത് കുടുംബമായി മാറണമെങ്കിൽ അത് ഹൃദയങ്ങളുടെ ഐക്യമുണ്ടാകണം. ഒരു കുടുംബം രൂപീകരിക്കാൻ ഹൃദയങ്ങളുടെ ഐക്യമുണ്ടാകണം. സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിന്നാൽ മാത്രമേ ഒരു വീട് ഒരു കുടുംബമായി മാറുകയുള്ളൂ. സ്നേഹം നിറഞ്ഞവരെ, നാമും ജീവിക്കുന്നത് ഒരു വീട്ടിലാണെങ്കിലും അതൊരു കുടുംബമായി രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ചിന്തിക്കാം. ഈസ്റ്ററിൻ്റെ ദിനങ്ങളെല്ലാം കഴിഞ്ഞ് ഉദിതനായ ക്രിസ്തു നൽകുന്ന സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ നമ്മളിങ്ങനെ ആവോളം അനുഭവിച്ച് കടന്നു പോകുമ്പോൾ എൻ്റെ വീട് ഒരു കുടുംബമായോ എന്ന ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാമെന്നുള്ളതാണ്. കുടുംബജീവിതം ദൈവം ഒരു മനുഷ്യന് നൽകുന്ന അമൂല്യദാനമാണ്. കുടുംബജീവിതം ഒരു മനുഷ്യന് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അമൂല്യദാനമാണ് കുടുംബജീവിതം. ഏകാന്തതയുടെ തുരുത്തിൽ നിന്നും കൂട്ടായ്മയുടെ ശീതളച്ചായാകുന്ന പുണ്യഭൂമിയാണ് ഓരോ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം സ്വർഗമാണോ നരകമാണോ എന്നുള്ളൊരു ചിന്ത, ഒരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പത്രമാധ്യമങ്ങളിലൂടെ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സ്വർഗമാണോ നരകമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തവണ്ണം തരം താഴ്ന്നു എന്ന് വേണം പറയാൻ. ഇക്കാലഘട്ടത്തിലെ തകർന്ന കുടുംബങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ നിസ്സാരമല്ല. സ്നേഹം കിട്ടാതെ വരുമ്പോൾ കാമിനിയെ ഇല്ലാതാക്കുന്ന കാമുകിമാർ, ശരീരസുഖത്തിനായി സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാർ, ചെറിയ ശിക്ഷണം പോലും താങ്ങാനാവാതെ ആത്മഹത്യക്കൊരുങ്ങുന്ന മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന ഭാര്യമാർ, അമ്മയും മരുമോളും തമ്മിലുള്ള വഴക്കിൻ്റെ പേരിൽ ഒരു വീട്ടിൽ തന്നെ 2 അടുക്കള സൃഷ്ടിക്കുന്ന അമ്മയും മരുമകളും. സ്നേഹം നിറഞ്ഞവരെ, ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബങ്ങളിൽ എന്തൊക്കെയോ കൈമോശം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ കുടുംബത്തെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ധ്യാനാത്മകമാക്കാം. എൻ്റെ കുടുംബം സ്വർഗമാണോ നരകമാണോ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. അപ്രകാരം ഒരു നരകത്തിൻ്റെ അവസ്ഥകളിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ കടത്തിവിടുന്നതെങ്കിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, മക്കൾ എന്ന നിലയിൽ ഞാൻ എൻ്റെ കുടുംബത്തെ സ്വർഗരാജ്യത്തിന് തുല്യമാക്കുന്നില്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കി സ്വർഗരാജ്യം സൃഷ്ടിക്കാൻ നമുക്കാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെയാണ് ബൈബിളിലെ തിരുക്കുടുംബം നമുക്ക് വലിയ മാതൃകയായി മാറുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും വലിയ മാതൃക എന്ന് പറയുന്നത് അത് തിരുക്കുടുംബം മാത്രമാണ്. ഈശോയും യൗസേപ്പിതാവും മാതാവും അടങ്ങുന്ന തിരുക്കുടുംബമാണ് ഈ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും മാതൃക എന്ന് പറയുന്നത്. എപ്രകാരമാണ് ഒരു ക്രിസ്തീയ കുടുംബം തിരുക്കുടുംബമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്? എപ്രകാരമാണ് തിരുക്കുടുംബത്തിലെ ഓരോ വ്യക്തികളും അവിടെ ജീവിച്ചത്? പരിശുദ്ധ കന്യകാമറിയം യേശുവിനെയും യൗസേപ്പിനെയും ശുശ്രൂഷിച്ച് കുടുംബത്തിൻ്റെ വിളക്കായി മാറിയവളാ പരിശുദ്ധ അമ്മ. ഈശോയെയും യൗസേപ്പിതാവിനെയും ശുശ്രൂഷിച്ച് കുടുംബത്തിൻ്റെ വിളക്കായി മാറിയ പരിശുദ്ധ അമ്മയെ പോലെ കുടുംബത്തിലെ അമ്മമാർ കുടുംബത്തിൻ്റെ വിളക്കായി മാറണം. ഭർത്താവിനെയും മക്കളെയും അമ്മമാരെയും ഒക്കെ ശുശ്രൂഷിച്ച് അവർ കുടുംബത്തിൻ്റെ വിളക്കായി മാറണം. യൗസേപ്പിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച വ്യക്തിയായ യൗസേപ്പിതാവ്. പ്രിയപ്പെട്ട അപ്പന്മാരെ, നിങ്ങളും കുടുംബത്തിലായിരിക്കുമ്പോൾ ഭാര്യമാർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളും തിരുക്കുടുംബത്തിൻ്റെ മാതൃക പോലെയാകും. ഈശോ തിരുക്കുടുംബത്തിൽ ജീവിച്ചത് എങ്ങനെയാണ്? മാതാപിതാക്കളെ അനുസരിച്ചും ബഹുമാനിച്ചും അവർക്ക് വിധേയരായി ജീവിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിച്ചും സ്നേഹിച്ചും അവർക്ക് വിധേയരായി ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതങ്ങൾ തിരുക്കുടുംബത്തിൻ്റെ മാതൃക പോലെ ആവുകയാണ്. വിശുദ്ധിയുടെ പൂർണ്ണത തിരുക്കുടുംബത്തിലാണ് നമ്മൾ കാണുന്നത്. ആ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്കാണ് നമ്മുടെ ഓരോ കുടുംബങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ. അതിന് മനസ്സുകളുടെ ഒരു സംയോജനം വേണം.
മനസ്സുകളുടെ സംയോജനം, അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള മനസ്സുകളുടെ സംയോജനമാണ് ഒരു കുടുംബത്തെ തിരുക്കുടുംബമായിട്ട് ഉയർത്തുക എന്ന് പറയുന്നത്. ഒരാളുടെ ദുഃഖം, ഒരാളുടെ സന്തോഷം പങ്കിടുന്ന ഒരു സ്നേഹക്കൂട്ടായ്മയാണ് ഒരു കുടുംബം. അപ്രകാരം ഒരു സ്നേഹക്കൂട്ടായ്മയിലേക്ക് നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും മാറ്റണം. ഒരു കുടുംബജീവിതം എന്താണ്? കുടുംബം എന്ന് പറഞ്ഞാൽ ഇക്കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബജീവിതം. കുടുംബങ്ങൾ തകരുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. സ്നേഹം നിറഞ്ഞവരെ, വചനം പറയുന്നു, ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് അവൻ സ്ത്രീയെയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതാണ് കുടുംബം. ഒന്നാമത്തെ ഒരു കാര്യമാണ്, ദൈവമാണ് ഓരോ കുടുംബങ്ങളെയും സൃഷ്ടിക്കുന്നത്. ഒരു ഭർത്താവും ഭാര്യയും മാത്രം തോന്നിയാൽ, അവർക്ക് മാത്രം വിചാരിച്ചാൽ ഒരു കുടുംബമാകില്ല. മറിച്ച് ദൈവമാണ് ഓരോ കുടുംബങ്ങളെയും സൃഷ്ടിക്കുന്നത്. അത് നമുക്ക് മറക്കാതിരിക്കാം. കുടുംബജീവിതം തുടങ്ങുന്നതും ജീവിച്ചതും ഒരു പറുദീസായിലാണ്. ആദവും ഹവ്വായും പറുദീസായിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുടുംബം അവർ തുടങ്ങിയതും ജീവിച്ചതുമൊക്കെ പറുദീസായിലാണ്. എപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ദൈവസ്നേഹം ഇല്ലാതാകുന്നുവോ അവിടെ പറുദീസ നഷ്ടപ്പെടുമെന്നുള്ളതാ. ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വലിയ നാശം എന്ന് പറയുന്നത് ദൈവസ്നേഹം അവരുടെ ഇടയിൽ നിന്ന് ഇല്ലാതായപ്പോൾ അവർക്ക് പറുദീസ നഷ്ടമായി. സ്നേഹം നിറഞ്ഞവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എപ്പോൾ ദൈവസ്നേഹം ഇല്ലാതാകുന്നു അവിടെ നമ്മുടെ കുടുംബത്തിൻ്റെ പറുദീസ നഷ്ടമാവുകയാണ്. കുടുംബം പറുദീസായാകണം. കുടുംബം പറുദീസായാകണം. എപ്രകാരമാണ് ഒരു കുടുംബം പറുദീസായാകുന്നത്? അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് അത് സ്നേഹത്താൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിളങ്ങിയിരിക്കേണ്ട ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നതും ഈ ഒരു സ്നേഹം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം പരസ്പര ബഹുമാനമാണ്. ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അവരായിരിക്കുന്ന ഇടങ്ങളിൽ, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ പറുദീസയാകാനുള്ള വലിയൊരു കാര്യമാണ്. പരസ്പരം നമ്മൾ സഹായിക്കുന്നവരുമാകണം. സന്തോഷവും സമാധാനവുമുള്ള ഇടമാകണം കുടുംബം എന്നുള്ളതാ. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. അവരനെ കേൾക്കുന്ന, ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല മനസ്സിന് ഉടമകളാകുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും പറുദീസായുടെ അനുഭവത്തിലേക്ക് വരുമെന്നുള്ളതാണ്. പരസ്പരം ഉൾക്കൊള്ളുന്ന കുടുംബമാണ് തിരുക്കുടുംബം. പരസ്പരം ഉൾക്കൊള്ളുന്ന കുടുംബമാണ് തിരുക്കുടുംബം. കൂടെയുള്ളവനെ ഉൾക്കൊള്ളണമെങ്കിൽ കൂടെയുള്ളവനേക്കാൾ എൻ്റെ മനസ്സിന് വലുപ്പം വേണമെന്നുള്ളതാണ്. ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടാകുന്നതിനേക്കാൾ വലുത് അപരൻ്റെ മനസ്സിനേക്കാൾ വലിയ മനസ്സുണ്ടാകുമ്പോഴാണ് എനിക്കെൻ്റെ കുടുംബത്തിലുള്ള ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. കൂടെയുള്ളവനെ ഉൾക്കൊള്ളണമെങ്കിൽ കൂടെയുള്ളവനേക്കാൾ വലിയ മനസ്സ് എനിക്കുണ്ടാകണമെന്നുള്ളതാണ്. മനസ്സ് ചെറുതാകുന്നതാണ് കുടുംബ പ്രശ്നങ്ങളുടെ എല്ലാം ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. മനസ്സിൻ്റെ ചെറുപ്പമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വലിയൊരു കാരണമെന്ന് പറയുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം അത് തിരുഹൃദയത്തിൻ്റെതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കുടുംബം അത് തിരുക്കുടുംബത്തിൻ്റെതാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരനെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വലിയ മനസ്സ് നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഇഷ്ടമോ എൻ്റെ താല്പര്യമോ എൻ്റെ ആഗ്രഹങ്ങളോ അല്ല, മറിച്ച് എൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യവും എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹവുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിൻ്റെ വളർച്ചയാണ് മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത്. മനസ്സിൻ്റെ വളർച്ചയാണ് മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് കുടുംബ മഹിമയുടെ അടിസ്ഥാനത്തിലല്ല. ഒരു മനുഷ്യൻ്റെ വളർച്ചയെ നമ്മൾ അളക്കുന്നത് അത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ വളർച്ചയാണ് ഒരു മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത്. മനസ്സ് വളരാത്തതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം
അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അതെൻ്റെ സുഖം പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. എൻ്റെ സുഖം മാത്രമാണ് പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടി ഭാര്യ അവൾ ത്യാഗമേറ്റെടുത്തോണം, മക്കൾ ത്യാഗമേറ്റെടുത്തോണം. അങ്ങനെയല്ല. മനസ്സ് വളരാത്തതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ബോധ്യത്തിൽ എൻ്റെ സുഖം മാത്രമാണ് പ്രധാനമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് വളർന്നിട്ടില്ല എന്നാണ് അർത്ഥം. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ സുഖം പോലെ നിന്റെ സുഖവും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ അധികാരം മാത്രമാണ് പ്രധാനപ്പെട്ടത്, ഞാൻ മാത്രമാണ് പറയുന്നത് ശരിയെന്ന് മനസ്സിലാക്കിയാൽ അതെൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ വളർച്ചയല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മകന് വീട്ടിൽ പാട്ട് കേൾക്കണമെന്ന് പൂതിയായി. അത് പാതിരാത്രിയിലാണെങ്കിലോ അത് അവൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവിടെ ഒരു വല്യപ്പനും വല്യമ്മയും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അത് അവൻ്റെ സുഖത്തിന് വേണ്ടി അവൻ മാറ്റിവെക്കുന്ന സമയമാണ്. അവിടെ കുടുംബത്തിൻ്റെ വളർച്ചയില്ല, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ മനസ്സിന് വളർച്ചയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മനസ്സിൻ്റെ വളർച്ച വരുമ്പോൾ അത് അവൻ്റെ സുഖം മാത്രമല്ല, എൻ്റെ സുഖം മാത്രമല്ല, അവരുടെ സുഖവും കൂടി ഞാൻ അന്വേഷിക്കുന്നിടത്താണ് എൻ്റെ മനസ്സ് പൂർണ്ണമായും വളരുന്നത്. അവിടെ തിരുക്കുടുംബമായിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ്. എൻ്റെ സുഖത്തേക്കാൾ എൻ്റെ കൂടെയുള്ളവൻ്റെ സുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിന് വളർച്ച വരികയാണ്, എൻ്റെ കുടുംബത്തിന് വളർച്ച വരികയാണ്. സ്നേഹം നിറഞ്ഞവരെ, അവിടെയാണ് ഒരു കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്നൊക്കെ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ കൂടുമ്പോൾ വേർപിരിയുന്നതാണ് കുടുംബം എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, അതിനുള്ള ഒരു കാരണം ആവശ്യത്തിലേറെ പണം ഇന്നുണ്ട് എന്നുള്ളതാണ്. ആവശ്യത്തിലേറെ സാമ്പത്തിക ഭദ്രത പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇൻ്റർനെറ്റിൻ്റെ വഴിവിട്ട ദുരുപയോഗം ഇന്ന് കുടുംബങ്ങളിൽ ഏറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതായിട്ട് അമിത സംശയമാണ്. കുടുംബത്തിൽ അമിത സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും, ഭർത്താവിന് ഭാര്യയെയും മക്കളെയും ഒക്കെ അമിതമായ സംശയമാണ് ഇന്ന് കുടുംബജീവിതം ഭൂകമ്പമാകാനുള്ള ഒരു പ്രധാന കാരണം എന്നൊക്കെ പറയുന്നത്. അടുത്ത ഒരു പ്രശ്നമാണ് താഴ്ന്നു കൊടുക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥ. കുടുംബത്തിൽ എനിക്ക് താഴ്ന്നു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞതാണ് ശരി, അതിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവാണല്ലോ ഞാൻ എന്നോർത്ത് ഒന്ന് താണു കൊടുത്താൽ ശരിയാവില്ലല്ലോ എന്നോർത്ത് താണു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതൊക്കെ നമ്മുടെ കുടുംബത്തെ വലിയ നാശത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വസ്ത്രം മാറുന്നത് പോലെയാണ് ഇന്ന് ഭാര്യയെയും ഭർത്താവിനെയൊക്കെ നമ്മൾ മാറുന്നത്. ഡൈവോഴ്സിൻ്റെ കാലഘട്ടമാണല്ലോ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയും ജീവിതങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവചനത്തിൽ ഈ തിരുക്കുടുംബത്തിൽ ദേവാലയത്തിലെ ഈശോയെ കാണാതാകുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് തിരുക്കുടുംബത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു ധ്യാനാത്മകമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു തിരുക്കുടുംബത്തിൻ്റേത്. പരസ്പര ധാരണയും ആദരവും ഉണ്ടായിരുന്നു തിരുക്കുടുംബത്തിന്. കഠിനാധ്വാനം ചെയ്ത ജീവിതമായിരുന്നു തിരുക്കുടുംബത്തിൻ്റേത്. സ്നേഹം നിറഞ്ഞവർ, ഇപ്രകാരം ഒരു തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്കാകട്ടെ. തിരുക്കുടുംബം നമുക്ക് നൽകുന്ന ഒരു 6 സവിശേഷതകളുണ്ട്. തിരുക്കുടുംബം നൽകുന്ന ഒരു 6 സവിശേഷതകൾ നമ്മുടെ കുടുംബത്തിലും പ്രാവർത്തികമാക്കിയാൽ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റാമെന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു സവിശേഷത, തിരുക്കുടുംബം നൽകുന്ന സവിശേഷത എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ തങ്ങളുടെ പ്ലാനുകളും പദ്ധതികളും വാദങ്ങളും വാദഗതികളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് സഹകരിച്ച യൗസേപ്പും മാതാവും ഈശോയുമാണ്. ഒന്നാമത്തെ സവിശേഷതയാണ്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും വാദങ്ങളും വാദഗതികളും ഒക്കെ മാറ്റിവെച്ച യൗസേപ്പ് പിതാവും മാതാവും.
സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെയും കുടുംബത്തിൽ ചില സഹനങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇതെന്താണ് എന്ന് ചോദിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ മാറ്റിവെച്ചാൽ നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബമായി മാറുമെന്ന് ഈ തിരുക്കുടുംബത്തിലെ ഈശോയും പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും നമുക്ക് പറഞ്ഞു തരികയാണ്. രണ്ടാമത്തെ സവിശേഷത, തിരുക്കുടുംബം നൽകുന്ന സവിശേഷത, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അടിസ്ഥാനമിട്ട് പ്രവചനങ്ങളുടെ, ദൈവവചനങ്ങളുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ വസിച്ച് ദൈവത്തിൻ്റെ പരിപാലനയുടെ പ്രകാശത്തിൽ മുന്നോട്ട് പോയ കുടുംബമാണ് തിരുക്കുടുംബം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ദൈവവചനങ്ങളുടെ മേൽക്കൂരയ്ക്ക് കീഴിൽ ദൈവ പരിപാലന ദർശിച്ച് ആ പ്രകാശത്തിൽ മുന്നോട്ട് ജീവിച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയും കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മാത്രം നമ്മൾ തലചായ്ച്ചാൽ മാത്രം പോരാ, ദൈവവചനങ്ങളിൽ നമ്മൾ അടിസ്ഥാനമിടണം. ഈ പരിശുദ്ധ ബൈബിളിൽ നല്ല കുടുംബത്തിൽ നമ്മൾ ജീവിക്കാനുള്ള നല്ല കാര്യങ്ങളൊക്കെയുണ്ട്. ആ ദൈവവചനത്തിൽ നമ്മൾ, ആ ദൈവവചനത്തിൻ്റെ മേൽക്കൂരയ്ക്ക് കീഴിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ ചേർത്ത് വയ്ക്കണം. ദൈവത്തിൻ്റെ പരിപാലനയുടെ തണലിൽ, ആ പ്രകാശത്തിൽ നമ്മൾ നടക്കുമ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. മൂന്നാമത്തെ സവിശേഷത, ഈ തിരുക്കുടുംബം നൽകുന്ന സവിശേഷത, പലായനത്തിൻ്റെ കഷ്ടപ്പാടുകളും അരക്ഷിതാവസ്ഥകളും ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളും മറ്റും യൗസേപ്പിനെയും മറിയത്തെയും അലട്ടിയപ്പോഴും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട്, പഴിചാരാതെ ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചേർന്ന് നിന്നു. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളും അരക്ഷിതാവസ്ഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരസ്പരം ചേർത്തു പിടിക്കാൻ കഴിയുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയാകുകയാണ്. പരസ്പരം പഴിചാരാതെ നിൽക്കണം. എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമ്പോൾ അത് ഇതിയാൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് പ്രിയപ്പെട്ട അമ്മമാരെ ഭർത്താവിനെ പഴിചാരരുത്. അതുപോലെ പ്രിയപ്പെട്ട അപ്പന്മാരെ ഭാര്യയുടെ മാത്രം കുറ്റമാണെന്ന് പറഞ്ഞ് എപ്പോഴും അവളെ പഴിചാരരുത്. മക്കളുടെ പ്രശ്നമാണ്, അമ്മമാരുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ആരെയും നമ്മൾ പഴിചാരാതെ ചേർത്തു പിടിക്കുന്നിടത്താണ് അത് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത്. നാലാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, നിരാശപ്പെടാനുള്ളതല്ല, പരസ്പരം ഊന്നുവടികളായി മാറാനുള്ളതാണ് കുടുംബമെന്ന് യൗസേപ്പ് പിതാവും മാതാവും ഈശോയും നമുക്ക് കാണിച്ചു തരിക. പരസ്പരം ഊന്നുവടികളാകാനുള്ളവരാണ് നമ്മൾ. അവിടെ പരസ്പരം ഊന്നുവടികളാകുമ്പോൾ നമ്മുടെ ജീവിതവും തിരുക്കുടുംബമായി മാറുകയാണ്. ഈ ഊന്നുവടി പരസ്പരം ചേർത്ത് പിടിക്കാനും അവരെ ചേർത്ത് നിർത്താനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഊന്നുവടി ഉപയോഗിച്ച് തല്ലാനുള്ളതല്ല എന്ന് നമുക്ക് ഓർത്തു നോക്കാം. സ്നേഹം നിറഞ്ഞവരെ, പരസ്പരം ഊന്നുവടികളാകാൻ നമുക്കൊക്കെ ആകുന്നിടത്ത് നമ്മളും തിരുക്കുടുംബത്തിൻ്റെ മാതൃകകളായിട്ട് മാറുകയാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, കലഹിക്കാനുള്ളതല്ല, സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനുമുള്ളതാണ്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാനുള്ള ഇടമാണ് ഓരോ കുടുംബമെന്ന് തിരുക്കുടുംബം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ദേഷ്യപ്പെടാനോ കലഹിക്കാനോ ഉള്ളതല്ല നമ്മുടെ കുടുംബം, മറിച്ച് സ്നേഹിക്കാനും സ്നേഹം കൊടുക്കാനുമുള്ള ഇടമാണ് നമ്മുടെ കുടുംബമെന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളും തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. അവസാനത്തേത്, ഈജിപ്തിൽ നിന്ന് ഗലീലിലേക്ക് യാത്ര ചെയ്യുന്ന യൗസേപ്പ് പിതാവും മാതാവും ഗലീലിൽ നിന്ന് നസ്രത്തിലേക്കുള്ള ഒരു ഓട്ടം. ആ ഓട്ടം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഇന്നോവ കാറോ ഓൾട്ടോയോ ഒന്നും വന്നില്ല. ഒരു കോവർ കഴുതയുടെ പുറത്ത് കയറിയാണ് അവർ യാത്ര ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ അവർ സങ്കീർത്തനം പാടിക്കൊണ്ടായിരിക്കാം യാത്ര ചെയ്തത്. സങ്കീർത്തനം 23-ാം അധ്യായം 1-ാം തിരുവചനമായിരിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നുള്ള സങ്കീർത്തനം പാടിക്കൊണ്ട് യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെയും ഈശോയെയും വെച്ചുകൊണ്ട് ആ ഓട്ടമോടിയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുക്കാം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള വലിയ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ പക്ഷം ചേരാൻ നമുക്കാകുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ പരിശുദ്ധ അമ്മ ജോസഫിനെ ഒരിക്കലും കളിയാക്കുന്നില്ല.
നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും യോസേപ്പ് പിതാവിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവിനെ ഒരിക്കലും തളർത്തുന്നില്ല, ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, ഒരിക്കലും പഴിക്കുന്നില്ല, വിധിക്കുന്നില്ല. മറിച്ച് കുടുംബം ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആകുമ്പോൾ നമ്മുടെ ജീവിതവും തിരുക്കുടുംബമായി മാറുകയാണ്. അവരെന്നെ പഴിക്കാതെ വിധിക്കാതെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. ഇന്ന് പലപ്പോഴും പരാതികളും പരിഭവങ്ങളും മാത്രമാണ് കുടുംബത്തിലുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, കുടുംബ ജീവിതത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പല അപ്പന്മാരും അമ്മമാരും ഒക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പറയുമ്പോഴൊക്കെ മനസ്സിലാകുന്ന കാര്യം, ഇന്നെപ്പോഴും കുടുംബത്തിൽ വലിയ പരാതികളും പരിഭവങ്ങളുമാണ്. ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെയാണ് ഇന്ന് കുടുംബ ജീവിതത്തിലുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, അവരനെ പഴിക്കാതിരിക്കുമ്പോൾ, അവരനെ വിധിക്കാതിരിക്കുമ്പോൾ നമ്മളും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലേക്ക് പോവുകയാണ്. ജോസഫ് പുത്തമ്പുര അച്ഛനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു അച്ഛനാണ് ജോസഫ് പുത്തമ്പുര അച്ഛൻ. ഒരിക്കൽ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് ജോസഫ് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഈ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവുമൊക്കെ തൊട്ടുരുമ്മി ഒന്നിച്ചാണ് യാത്രയൊക്കെ ചെയ്യുന്നത്. ഒരു ബസ്സിൽ ഒരു സീറ്റിലിരുന്ന് ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പോൾ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയും, ഒരു നടുവിൽ പോകാം അല്ലേ, നമുക്ക് നടുവിൽ പോകാം. ഒരു നടുവിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരില്ലേ? എന്താ കണ്ടക്ടറെ ഇങ്ങനെ പറയുന്നത്? വിവാഹത്തിൻ്റെ അന്ന് അച്ഛൻ പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണ്, പിന്നെ എന്തിനാ 2 ടിക്കറ്റ് എന്നാണ് ആദ്യ നാളുകളിൽ ഭർത്താവും ഭാര്യയും പറയുന്നത്. കുറച്ചും കൂടി കഴിയുമ്പോൾ, ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ, ഭാര്യ ഗർഭിണിയായി കഴിയുമ്പോൾ ഭർത്താവ് പറയും, നീ മുമ്പിലത്തെ സീറ്റിലിരുന്നോ, ഞാൻ പുറകിലുണ്ട് കേട്ടോ, ഞാൻ ടിക്കറ്റ് എടുത്തോളാം, ഞാൻ പുറകിലിരിപ്പുണ്ട്, നീ മുമ്പിലിരുന്നോ. 3, 4 കുട്ടികളായി കഴിയുമ്പോൾ ഭർത്താവ് പറയും, നീ 9 മണിക്കത്തെ ബസ്സിന് പൊക്കോ, ഞാൻ 10 മണിക്കത്തെ ബസ്സിന് വന്നോളാം. എവിടെയാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ സ്നേഹം? എവിടെയാണ് നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ സ്നേഹം? അന്നുണ്ടായിരുന്ന ആദ്യ സ്നേഹവും ആദ്യ ലഹരിയും എവിടെ പോയി? പ്രിയപ്പെട്ട അപ്പന്മാരെ, അമ്മമാരെ, ഇന്ന് നിങ്ങൾ 30-40 വർഷമൊക്കെ കഴിഞ്ഞ വിവാഹ ജീവിതത്തിൽ കഴിഞ്ഞ ആൾക്കാരുണ്ട്. എവിടെ പോയി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യ സ്നേഹം നിറഞ്ഞവരെ? ആ ആദ്യ സ്നേഹവും ആദ്യ ലഹരിയും അവസാനം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തൊട്ടുരുമി ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഭാര്യയുടെ കാലിൽ മുള്ളുകൊണ്ടു. അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട്, അയ്യോ മോളെ, നിന്റെ കാലിൽ മുള്ളുകൊണ്ടോ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി. ഇന്ന് ഭാര്യയുടെ കാലിൽ മുള്ളുകൊണ്ടാൽ ഭർത്താവ് പറയും, മുള്ളല്ല അച്ചോ കൊള്ളേണ്ടത്, ഇരുമ്പാണിയായിരുന്നു കൊള്ളേണ്ടതെന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് ഇന്നത്തെ ജീവിതത്തിൽ. സ്നേഹം നിറഞ്ഞവരെ, കരുതുന്ന ദൈവത്തെ വിസ്മരിച്ച് പോയപ്പോഴാണ് പലരും ഈ വാചകം പറഞ്ഞു തുടങ്ങിയത്, ജീവിതം മടുത്തു. കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം വിസ്മരിച്ച് പോയിടത്താണ് ഇന്ന് പലരും പറയുന്ന വാചകം, ഈ ജീവിതം മടുത്തു. സ്നേഹം നിറഞ്ഞവരെ, കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിലനിർത്താം. ആ സ്നേഹം നമ്മുടെ ജീവിതങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റുമെന്നുള്ളതാണ്. തിരുക്കുടുംബം നമുക്ക് നൽകുന്ന 3 കാര്യങ്ങളുണ്ട്. തിരുക്കുടുംബം നമുക്ക് നൽകുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, വിശ്വാസം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദമ്പതികൾ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ പരസ്പര വിശ്വാസം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്ന് തിരുക്കുടുംബം നമ്മളെ ഒന്നാമതായി പഠിപ്പിക്കുകയാണ്. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് വിവാഹ ബന്ധം തകരും. പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് വിവാഹ ബന്ധം തകരുമെന്നുള്ളതാ. സ്നേഹം നിറഞ്ഞവരെ, പരസ്പര വിശ്വാസം നമുക്ക് ആവോളം നഷ്ടപ്പെടുത്താതിരിക്കാം. നമ്മുടെ കുടുംബത്തെ സ്വർഗരാജ്യമാക്കി തിരുക്കുടുംബമാക്കി മാറ്റാമെന്നുള്ളതാ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നിലനിൽക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നിലനിൽക്കുന്നത്. ഓരോ ദിവസത്തിലും
വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോൾ അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് കുടുംബജീവിതം നിലനിൽക്കുകയും കുടുംബത്തിൽ ദൈവസ്നേഹം ഉണ്ടാവുകയും അത് സ്വർഗരാജ്യമായി മാറുകയും ചെയ്യുക. രണ്ടാമതായി തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം പരസ്പരം പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. പരസ്പര വിശ്വാസത്തെക്കാൾ ഉപരിയായി പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. പ്രതിസന്ധികളിൽ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കരം ചേർത്ത് പിടിച്ച് കഴിയുന്നവരായിരിക്കണം നമ്മൾ. അവിടെ നമ്മുടെ ജീവിതങ്ങളും തിരുക്കുടുംബമായിട്ട് മാറുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എപ്പോഴും ഒപ്പമുണ്ടാവുക എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് ഭർത്താവല്ലാതെ, ഭർത്താവിന് ഭാര്യയല്ലാതെ ആരാണ് ഒപ്പം ഇരിക്കാനുള്ളത്? സ്നേഹം നിറഞ്ഞവരെ, ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും ഒപ്പമുണ്ട്, സാരമില്ല എന്നുള്ളൊരു വാചകം അവരെ വളർത്തുമെന്നുള്ളതാ. സ്നേഹം നിറഞ്ഞവരെ, പിന്തുണ നൽകിക്കൊണ്ട് ആരും കൂടെയില്ലെന്ന പരാതിയില്ലാതെ, സ്നേഹം നിറഞ്ഞവരെ, ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയും ഒപ്പമുണ്ടാകാൻ നമുക്കൊക്കെ ആകട്ടെ. അങ്ങനെ ഒപ്പമിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും തിരുക്കുടുംബങ്ങളായിട്ട് മാറുകയാണ്. ക്രിസ്തീയ കുടുംബം തിരുക്കുടുംബമായി മാറാൻ ഈ 3 പുണ്യങ്ങളാണ് പറഞ്ഞത്. വിശ്വാസവും സ്നേഹവും പ്രത്യാശയുമാണ് ആ പുണ്യങ്ങൾ. സ്നേഹം നിറഞ്ഞവരെ, ഈ കണ്ണുകളിലൂടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും കണ്ണുകളിലൂടെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ കാണുമ്പോൾ അതും ഒരു തിരുക്കുടുംബമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 6-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2-ാം തിരുവചനം: ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. സ്നേഹം നിറഞ്ഞവരെ, കുടുംബജീവിതത്തിൽ ഈ പരസ്പര സ്നേഹം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ പരസ്പര സ്നേഹം നമുക്കുണ്ടാകട്ടെ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലാണ് ഈ സഭ ഒരു ഗാർഹിക സഭയാണ് എന്നുള്ള ആശയം വന്നത്. സഭ ആരംഭിക്കുന്നത് ഓരോ കുടുംബങ്ങളിലുമാണ്. തിരുസഭ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം കുടുംബമാണ് എന്നുള്ളൊരാശയം 2-ാം വത്തിക്കാൻ കൗൺസിലാണ് പറഞ്ഞത്. നസ്രത്തിലെ തിരുക്കുടുംബം എങ്ങനെയാണ് തിരുക്കുടുംബമായി മാറിയത്? അവിടെ ഈശോ വസിച്ചിട്ടുണ്ട്. എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തു പടിയിറങ്ങുന്നു, എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈശോ പടിയിറങ്ങുന്നു, അവിടെ നമ്മുടെ കുടുംബം തിരുക്കുടുംബമല്ലാതായി മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈശോ നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായി മാറിയത് അവിടെ ഈശോ വസിച്ചു എന്നതിൻ്റെ കാരണത്തിലാണ്. നമ്മുടെയും ജീവിതത്തിൽ ഈശോയുടെ നിറസാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കുടുംബങ്ങളെയും ഈ ഒരു തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാമെന്നുള്ളതാണ്. ഒരു ദേവാലയത്തോളം പവിത്രമാണ് ഓരോ കുടുംബങ്ങളും. ഓരോ ദേവാലയത്തോളം പവിത്രമാണ് ഓരോ കുടുംബങ്ങളും. ഒരു പുരോഹിതൻ ദേവാലയത്തിൽ എപ്രകാരം ബലിയർപ്പിക്കാൻ വരുന്നോ അത്രമാത്രം വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളിലും നമ്മൾ വ്യാപരിക്കണമെന്നുള്ളതാ. ഒരു ദേവാലയം പോലെ അത്രമാത്രം പവിത്രമാകണം നമ്മുടെ കുടുംബങ്ങൾ. അത് നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ മാത്രമേ ഒരു ദേവാലയം പോലെ നമ്മുടെ കുടുംബങ്ങളും പവിത്രമാവുകയുള്ളൂ. നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും പവിത്രമാണോ എന്ന് നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യാം. കുടുംബം കൂടുമ്പോൾ, ഒരുമിക്കുമ്പോൾ സന്തോഷമുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ സന്തോഷമുണ്ടാകണം. അവിടെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. വിവാഹത്തിൻ്റെ അന്ന് മന്ത്രകോടി ധരിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ അർത്ഥം അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം വിവാഹ ജീവിതത്തിൽ കുറേയേറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞവരൊക്കെ ഉണ്ടല്ലോ. മന്ത്രകോടി ഈ ഭാര്യയുടെ തലയിൽ ഈ ഭർത്താവ് ഇടുമ്പോൾ അത് സൂചിപ്പിക്കുന്നത്, അത് നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇന്നു മുതൽ ഞാനാണ് നിന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞ് ഈ ഭാര്യയുടെ തലയിൽ കൂടി ഈ മന്ത്രകോടി ഇടുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അത്രമാത്രം ഒരു സംരക്ഷണമേകാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കാകണം. കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കല്യാണ സമയത്ത് നിൽക്കുന്ന ഒരു സ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയാം. വിവാഹത്തിൻ്റെ അന്ന് നിങ്ങൾ നിൽക്കുന്ന ദേവാലയത്തിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനം, അത് വധു നിൽക്കുന്നത് ഇടതുവശത്താണ് അല്ലേ? ഭർത്താവിൻ്റെ ഇടതുവശത്താണ് നിൽക്കുന്നത്. ഇടത് കൈകൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് ഞാൻ നിനക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുമെന്നുള്ളതിൻ്റെ ഒരർത്ഥമാണത്.
അന്ന് വധുവിനെ ഇടതുവശത്ത് നിർത്തുന്നത്, ഞാൻ നിന്നെ ഇടത് കൈകൊണ്ട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് നിനക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുമെന്ന് അത് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇടതുവശത്ത് നിർത്തുന്നത്. അല്ലാതെ ഇടത് കൈകൊണ്ട് പിടിച്ച് വലത് കൈകൊണ്ട് ഇടികൂടാനുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദേവാലയത്തിൽ വെച്ച് അൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി ആശീർവദിച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചത് ഇടികൂടാനല്ല, വഴക്കുണ്ടാക്കാനുള്ള, പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം ഐക്യത്തോടുകൂടി ജീവിക്കുവാനും വേണ്ടിയാണ്. കുടുംബത്തിൽ ആർക്കാണ് പ്രധാനപ്പെട്ട സ്ഥാനം? അത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആർക്കായിരിക്കും കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത്? ആർക്കാണ്? ചിലർ വരും ഭർത്താവാണ്, അല്ലേ? ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഭാര്യ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനിയാണ്. അതുകൊണ്ട് നമുക്ക് മറക്കാതിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ ആർക്കും വലിയ സ്ഥാനമില്ല, എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നമുക്കൊക്കെ ആകണം. ചേട്ടന്മാരോട് ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മളെപ്പോഴും ഈ ഭാര്യയൊക്കെ വീട്ടിൽ പിടിച്ച് നിർത്താറല്ലേ, പലപ്പോഴും അവരെ അവരുടെ വീട്ടിലേക്കൊന്ന് വിടണം, അല്ലേ? അമ്മമാർക്ക് സന്തോഷമായി. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, അപ്പന്മാരെ, അവരെയൊക്കെ അവരുടെ ഭാര്യമാരെയൊക്കെ അവരുടെ വീട്ടിലേക്ക് പലപ്പോഴും ഒക്കെ ഒന്ന് പറഞ്ഞു വിടണം. കാരണം അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് ഒരു നൊന്തുപറ്റ അമ്മയെയൊക്കെ അവർ ഉപേക്ഷിച്ചു കൊണ്ടാണ്. അവർക്ക് വേണ്ടി അധ്വാനിച്ച ഒരു അപ്പനൊക്കെ അവിടെ ഉണ്ടാകും. അവരെയൊക്കെ കാണാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകും. നിങ്ങളുടെ സ്വാർത്ഥത നിമിത്തം അവരെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നിങ്ങൾ മടിക്കരുത്. സ്നേഹം നിറഞ്ഞവരെ, ഈ അമ്മമാരെ പലപ്പോഴും അവരുടെ വീട്ടിലേക്കും നിങ്ങൾ പറഞ്ഞു വിടണം. അപ്പന്മാര് തളർത്തുന്നിടത്ത് ഭാര്യമാരും തളരും, അപ്പന്മാര് വളർത്തുന്നിടത്ത് നിങ്ങളുടെ ഭാര്യമാരും വളരും. നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയി, മുളക് കൂടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാതെ ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ ചൂടാണ്, നിങ്ങളുടെ ഉപ്പാണ്, നിങ്ങളുടെ മുളകാണ്, നിങ്ങളുടെ ടേസ്റ്റാണ് അവളുടെയും ടേസ്റ്റ്. അന്ന് വിവാഹ ജീവിതത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ, നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട അപ്പന്മാരെ, നിങ്ങളുടെ ടേസ്റ്റാണ്, നിങ്ങളുടെ ഉപ്പാണ്, നിങ്ങളുടെ വെള്ളത്തിൻ്റെ ചൂടാണ് അവരുടെയും ചൂട്, അവരുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ചെറിയ ഇഷ്യൂവിൻ്റെ പേരിൽ, പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാതെ, ദേഷ്യപ്പെടാതെ അവരെ ചേർത്ത് നിർത്തുക. അപ്പോൾ നിങ്ങളുടെ കുടുംബവും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയായി മാറുമെന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, അപ്പന്മാരോട് മാത്രമല്ല അമ്മമാരോടും ചിലതെനിക്ക് പറയാനുണ്ട്. അമ്മമാരിങ്ങനെ അപ്പന്മാർ ചേർത്ത് പിടിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 1-ാം തിരുവചനം, ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിയാകും. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിയാകും. എത്രയോ ഭാഗ്യപ്പെട്ട പുണ്യം ചെന്ന അപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്, ഉത്തമയായ ഭാര്യയുള്ളവർ, അല്ലേ പാപ്പൻ ചേട്ടാ? എല്ലാവരും ചിരിക്കുകയാണ്. ഭാഗ്യപ്പെട്ട എത്രയോ ചേട്ടന്മാരാണ്. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, പലപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ആത്യന്തികമായിട്ടുള്ളൊരു കാരണം ഈ അമ്മമാരുടെ സംസാരമാണെന്ന് ഞാനിങ്ങനെ പറയുകയാണ്. ഇത് കഴിയുമ്പോൾ എന്നെ തല്ലരുത്, ഞാൻ പറഞ്ഞോട്ടെ. പലപ്പോഴും ഈ ഭാര്യമാരുടെ അമ്മമാരുടെയൊക്കെ സംസാരമാണ് പലപ്പോഴും ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ രൂപീകരിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഈ അമ്മമാരെയൊക്കെ വീട്ടിലേക്ക് വിടണമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എന്നാലും പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ പൊക്കോ. പക്ഷേ എപ്പോഴും ഈ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഈ ഭർത്താവിൻ്റെ അടുത്ത്. അതേലും എപ്പോഴും അവർക്ക്, അല്ലേ, എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ വീട്ടിലെ ചേട്ടനും, എൻ്റെ വീട്ടിലെ നിങ്ങൾ അന്ന് വിവാഹ ജീവിതത്തിൻ്റെ അന്ന് നിങ്ങളുടെ അപ്പനെയും അമ്മയൊക്കെ ഉപേക്ഷിച്ച്
തിരിയും കുരിശുമായി നിൽക്കുന്നവളെ അമ്മയായി സ്വീകരിച്ചതാണ്. അന്ന് മുതൽ ഇതാണ് നിങ്ങളുടെ ഭവനം. അത് നിങ്ങളുടെ ഭവനമാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഭവനം ഇതാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭവനം. അതുകൊണ്ട് എപ്പോഴും എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ ആന, എൻ്റെ വീട്ടിലെ അപ്പനും അമ്മയും അവരെന്തായിരുന്നു, സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞെടുത്ത് അവർക്ക് എപ്പോഴും ചൊറിച്ചിലുണ്ടാകുമെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയും സംസാരങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അവരെ ഭർത്താവിൻ്റെ സഹനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളെയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി ജീവിക്കുന്നിടത്ത് നമ്മുടെ കുടുംബങ്ങളും വലിയ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയായി മാറുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, പുരുഷനെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു മാർഗം എന്താണെന്ന് ഞാനിങ്ങനെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഭർത്താവിനെ ആകർഷിക്കാമെന്നാണ് പറഞ്ഞത്. അല്ലേ? എപ്പോഴും സാമ്പാറാണെങ്കിൽ ഭർത്താവ് പറയും അപ്പുറത്തെ രാജപ്പൻ്റെ കടയിൽ ഇതിനേക്കാൾ നല്ല സാമ്പാർ കിട്ടുമെന്ന് പറഞ്ഞ് കുടുംബത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോകും. എപ്പോഴും കടയിലായിരിക്കും. അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഈ ഭർത്താക്കന്മാരെ അപ്പന്മാരെയൊക്കെ വീഴ്ത്താമെന്നൊക്കെയാണ് എന്നോട് ഒരാൾ പറഞ്ഞത്. സ്നേഹം നിറഞ്ഞവരെ, മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്കാകണം. എപ്പോഴും വഴക്കുണ്ടാക്കാതെ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കാതെ, അവർ ജോലി കഴിഞ്ഞ് കയറി വരുമ്പോഴേ വീട്ടിലെ പരാതികളും പരിഭവങ്ങളും മാത്രം പറയാതെ കുടുംബത്തിൻ്റെ നല്ല സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്കാകട്ടെ. അപ്രകാരം നമ്മുടെ കുടുംബങ്ങളെയും വലിയ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വ്യർത്ഥമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈശോ കർത്താവ് നമ്മുടെയൊക്കെ ഭവനം പണിയട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെയും തിരുക്കുടുംബത്തിൻ്റെ ജീവിതമാക്കി മാറ്റാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. തിരുക്കുടുംബം നൽകുന്ന വലിയ സ്നേഹത്തിൻ്റെയും വലിയ ഐക്യത്തിൻ്റെയും ഒക്കെ വലിയ സവിശേഷതകൾ നമ്മുടെ കുടുംബങ്ങളിലും നമുക്ക് രൂപീകരിക്കാൻ സാധിക്കട്ടെ. ഇക്കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കുടുംബത്തിനു വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കണമെന്ന് തന്നെയാണ്. ഇന്ന് കുടുംബം തകരുന്നുണ്ടെങ്കിൽ, മക്കൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ, ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് മക്കൾ ലഹരിക്കടിമപ്പെട്ട് മറ്റു പലരുടെയും കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അപ്പന്മാരെ അമ്മമാരെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കേൾക്കാൻ നിങ്ങൾ സമയം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കളെ കേൾക്കാൻ നിങ്ങൾ സമയം കൊടുക്കണം. നിങ്ങളുടെ ജോലിയല്ല പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയല്ല പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ കുടുംബമാണ് പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ അതെന്നും ഒരു വീട് മാത്രമായി മാറും. മനുഷ്യൻ നിർമ്മിച്ച ഒരു വീടായി മാത്രം നിങ്ങളുടെ വീട് ഒതുങ്ങും. അത് കുടുംബമാക്കണം. അവിടെ ഹൃദയത്തിൻ്റെ ഐക്യമുണ്ടാകണം, ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ടാകണം. അവിടെയാണ് നമ്മുടെ കുടുംബങ്ങളും തിരുക്കുടുംബത്തിൻ്റെ മാതൃക പോലെ കഴിയുന്നത്. സ്നേഹം നിറഞ്ഞവരെ, കുടുംബത്തിനു വേണ്ടി സമയം കണ്ടെത്താൻ നമുക്കാകട്ടെ. വഴക്കല്ല, സ്നേഹിക്കാൻ നിങ്ങൾക്കാകട്ടെ, ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്കാകട്ടെ, പരസ്പരം ഊന്നുവടികളാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവരനെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള മനസ്സിൻ്റെ വലുപ്പം നമുക്ക് നേടിയെടുക്കാം. അവരെന്നെ ഉൾക്കൊള്ളാൻ മാത്രം വലിയ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാം. അപ്രകാരം മനസ്സിൻ്റെ വലുപ്പത്തിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ചേർത്ത് പിടിക്കാൻ ഊന്നുവടികളാകാൻ നമുക്കാകട്ടെ. സർവേശ്വരൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.